So we are dealing with the next question. നമ്മൾ ഇപ്പം ഓൾമോസ്റ്റ് ഒരു പകുതിയോളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറുക, അതിനകത്ത് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ കയറി എല്ലാ വീഡിയോസും കാണുക. ഓക്കെ, അതേപോലെ അതിനകത്ത് വാട്സപ്പ് ചാറ്റും ഉണ്ടാവും. സോ യു ക്യാൻ ഷെയർ ദ ഡൗട്ട്സ് ആൻഡ് ഗെറ്റ് ദ ആൻസേഴ്സ് ഫോർ ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പാർട്ട് എയിൽ പറഞ്ഞിരുന്നത് വാട്ട് ഇസ് TQM എന്നാണ്. TQM നിങ്ങൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് കേട്ടുണ്ടാവും, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടുള്ള. എന്നാൽ അത് ഓർഗനൈസേഷണൽ ബിഹേവിയറിലും TQM ഉണ്ട്. ദാറ്റ് വി ആർ ഗോയിങ് ടു ഡീൽ ഹിയർ. So total quality management is a philosophy of managing that is driven by the constant attainment of customer satisfaction through the constant improvement of all the organization process. മറ്റേത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരിക. ഇത് ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ് ഫുള്ളി കോർഡിനേറ്റ് ചെയ്ത് അതുവഴി നമുക്ക് കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന ഒരു ഫിലോസഫിയാണ്, മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ് നമ്മൾ TQM ഓർ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ദ സക്സസ് ഓഫ് TQM ടെക്നിക്സ്. Okay, so techniques of OB are applied to improve the performance of employees in TQM. ഇപ്പോൾ TQMൽ നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എംപ്ലോയീസ് എങ്ങനെ അവരുടെ പെർഫോമൻസ് എത്രത്തോളം നന്നാക്കാൻ പറ്റും, അതാണ് നമ്മൾ TQM കൊണ്ട് OBയിൽ ഉദ്ദേശിക്കുന്നത്. The core definition for TQM describes a management approach to long-term success through customer satisfaction. In a TQM effort, every member of the staff must be committed to maintain high standards of work in every aspect of company's operation. So this is called what is meant by TQM. അപ്പോൾ അതിനകത്ത് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരണം മറ്റേതുപോലെ തന്നെ. പക്ഷേ ഇവിടെ നമ്മൾ ഓർഗനൈസേഷൻ പ്രോസസ്സ് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ കറക്റ്റ് ചെയ്ത് കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ചാണ്, ഓപ്പറേഷൻസിനനുസരിച്ച് എംപ്ലോയീസ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് വർക്ക് കൊടുക്കുക. അതാണ് നമ്മൾ ഈ TQM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി കൺസെപ്റ്റ് ഇൻ ദ TQM ഇൻക്ലൂഡ് ക്വാളിറ്റി ഈസ് ഡിഫൈൻഡ് ബൈ കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്. അപ്പോൾ TQMൽ നമ്മൾ വേറെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് കസ്റ്റമറിൻ്റെ ആവശ്യം, ദാറ്റ് ഈസ് ക്വാളിറ്റി. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫോക്കസ് ഓഫ് TQM. ദെൻ ടോപ്പ് മാനേജ്മെൻറ്റ് ഹാസ് ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ഇപ്പം എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യേണ്ടത്, ബട്ട് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ആരായിരിക്കും, ടോപ്പ് മാനേജ്മെൻറ്റ് ആയിരിക്കും. ദെൻ ഇൻക്രീസ് ക്വാളിറ്റി കംസ് ഫ്രം സിസ്റ്റമാറ്റിക് അനാലിസിസ് ആസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി വർക്ക് പ്രോസസ്. നമ്മുടെ വർക്ക് പ്രോസസ് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി ഇൻക്രീസ് ചെയ്ത് വരാറ്. ദെൻ ദ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഇസ് എ കണ്ടിന്യൂസ് എഫേർട്ട് ആൻഡ് കണ്ടക്റ്റഡ് ത്രൂ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, ഒറ്റൊരു പ്രാവശ്യം കൂടെ തീരുന്നൊന്നല്ല. വി വോണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവൽ സോ ദാറ്റ് വി ക്യാൻ എൻഷുർ ക്വാളിറ്റി. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ തിങ്സ് ഓർ മേജർ concept of TQM in organization behavior. The next question is ഡിഫൈൻ പവർ. അതുപോലെ പവർ ആൻഡ് പൊളിറ്റിക്സ് വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് കുറേ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് മെന്റ് ബൈ പവർ ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പവർ ദാറ്റ് ഇസ് ടു ബി ഡിസ്കസ്ഡ് ഹിയർ. സോ പവർ ഇസ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ. അല്ലേ, പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരാളെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എന്തോ അതിനെ നമുക്ക് പവർ എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് ഇസ് കപ്പാസിറ്റി ടു എഫക്ട് ദ ബിഹേവിയർ ഓഫ് എ സബോർഡിനേറ്റ് വിത്ത് കൺട്രോൾ ഓഫ് ദ റിസോഴ്സസ്. നമുക്ക് പവറുണ്ട്. ഇഫ് വി ആർ എ മാനേജർ ആൻഡ് ഇഫ് യു ഹാവ് എ പവർ ദെൻ അവർ സബോർഡിനേറ്റ്സ് വിൽ ബി ഫീലിംഗ് ദാറ്റ്. അല്ലേ, അവർ അതിനനുസരിച്ച് നമ്മൾ പറയുന്നതിനനുസരിച്ച് നിൽക്കും ഇഫ് വി ആർ ഹാവിങ് എ പവർ. So it is an exchange relationship that occurs in transaction between an agent or a target. The agent is a person who uses power and the target is the one who accepts or who's receipt of the accept to answer to use power. അപ്പം ഒരു മാനേജർ സബോർഡിനേറ്റ് എന്ന കീഴിൽ മാനേജർ ആയിരിക്കും ഏജൻറ്റ്, സബോർഡിനേറ്റ് ആയിരിക്കും അവിടെ ടാർജറ്റായിട്ട് വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് എ പവർ. ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഇൻഫ്ലുവൻസ്ഡ് ഫോർ എ പേഴ്സൺ. ഇൻഫ്ലുവൻസ് യൂസ് ടു the ability used to influence another person or to influence the behavior of another person. ഇപ്പോൾ എനിക്ക് സബോർഡിനേറ്റ് ഉണ്ടെങ്കിൽ ആ ഒരാളെ അല്ല ബിഹേവിയർ അടക്കം എൻ്റെ കൺട്രോളിലായിരിക്കണം. ഇഫ് ഐ ആം ഹാവിങ് പവർ ഐ ക്യാൻ കൺട്രോൾ ഈവൻ ഹിസ് ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ പവർ പല ടൈപ്പ് ഉണ്ട്, അതാണ് ഇനി പറയുന്നത്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് പവർ എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഈസ് റിവാർഡ് പവർ, coercive power, legitimate power, reference power and expert power. There are 5 types of power. അപ്പോൾ നിങ്ങൾക്ക് പവർ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഡിഫൈൻ ഇറ്റ് ആൻഡ് റൈറ്റ് ദ ലിസ്റ്റ് ഔട്ട് ദ ടൈപ്സ് ഓഫ് പവേഴ്സ്. പക്ഷേ നിങ്ങൾക്കൊരു ബി പാർട്ടിലൊക്കെ വരികയാണെങ്കിൽ യു ക്യാൻ എക്സ്പ്ലെയിൻ ദിസ്. ഓക്കെ, സോ ഫസ്റ്റ് വാട്ട് ഇസ് റിവാർഡ് പവർ.
So it is based on the agent's or manager's ability to control rewards the target or the employee's wants. The common example of it was the manager control reward of salary increase, bonus and promotion. The power is based on the all saying that wealth is power. ഇത് ഈ ഒരു റിവാർഡ് പവർ എന്ന് പറഞ്ഞാൽ മാനേജറിനാണ് അവരുടെ ജൂനിയേഴ്സിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിന് റിവാർഡ്സ് കൊടുക്കാനുള്ള പവറെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത വർക്കിനുള്ള അപ്രീസിയേഷനായിട്ട് റിവാർഡ്സ് കൊടുക്കുമല്ലോ, സാലറി ഹൈക്ക്, പ്രമോഷൻ, അതെല്ലാം മാനേജറിൻ്റെ കയ്യിലാണെങ്കിൽ ഹീ ഈസ് സെറ്റ് ടു ഹാവ് ആ റിവാർഡ് പവർ. ഹിസ് ഹാവ് ദ പവർ ടു ഗീവ് റിവാർഡ് ടു ദ സബോർഡിനേറ്റ്. അതാണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ഇസ് കോയേഴ്സീവ് പവർ. ഇറ്റ് ഈസ് an opposite of reward power. That is, it is based on a manager's ability to cause an unpleasant experience for his people. ഇപ്പോൾ എന്തെങ്കിലും പണിഷ്മെൻറ്റ് കൊടുക്കാനുള്ള പവർ ഒരു മാനേജറിനുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോയേഴ്സീവ് പവർ. ഓർ നമുക്ക് ഫോഴ്സ് ചെയ്ത് ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ, ലൈക്ക് we have the power for dismissing that employee, or the suspension or the demotion of people in an organization. അങ്ങനെ പവറുള്ളവരെയാണ് നമ്മൾ കോയേഴ്സീവ് പവർ ഹോൾഡർ എന്ന് പറയുക. സോ മാനേജർ ക്യാൻ ബി either reward power holder or a coercive power holder. Third is legitimate power. It is based on the position or the mutual agreement. Both the agent and the target agree that the agent has the right to influence the employees. It is in the form of authority which is delegated to the positions of organization members. ഇപ്പം മാനേജറിന് കുറച്ച് പവേഴ്സ് ഉണ്ട് എപ്പാർട്ട് ഫ്രം ദ റിവാർഡ് ഓർ കോയേഴ്സീവ് പവേഴ്സ്. ഒരു ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രിൻസിപ്പിൾസ് ഓർ റൂൾസ് പറഞ്ഞിരിക്കുന്ന കുറച്ച് പവേഴ്സ് ഉണ്ടാവും. അതുപോലെ ഒരു വർക്കേഴ്സിനും ഒരു പവേഴ്സ് ഉണ്ട്. ദ സൂപ്പർവൈസേഴ്സ് ഓൾസോ ഹാവ് പവേഴ്സ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഓർഗനൈസേഷൻ പൊസിഷൻ. ആ ഹൈറാക്കിയിലുള്ള പവേഴ്സാണ്. അങ്ങനെയുള്ള പവേഴ്സിനെയാണ് ലെജിറ്റിമേറ്റ് പവേഴ്സ് എന്ന് പറയുക. അത് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും പണിഷ് ചെയ്യാനോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ദ നോർമൽ പവേഴ്സ് ദാറ്റ് വൺ ഹാസ് ഇഫ് ഹി ഈസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദാറ്റ് ഇസ് ലെജിറ്റിമേറ്റ് പവർ. Then referent power. It is a elusive power that is based on the interpersonal attraction. That is, charismatic individuals are often thought to have a referent power. Here people take somebody as ideal and behave according up to a certain stage. റെഫറൻറ്റ് പവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാനേജറിന് വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആയിരിക്കും. അയാളുടെ സ്വഭാവം, അയാൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, കറിസ്മാറ്റിക് ആയിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ളൊരു മാനേജറാണെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അതൊരു വേറൊരു പവർ വെച്ചല്ല അയാളുടെ ഒരു റിവാർഡ് പവറോ കോയേഴ്സീവ് പവർ, അയാളിൽ നിന്ന് റിവാർഡ്സ് കിട്ടുമെന്നോ പണിഷ് ചെയ്യുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പുള്ളിയായിട്ടുള്ളൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ പറയുന്ന എല്ലാവരും ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പേഴ്സണെ നമുക്ക് റെഫറൻറ്റ് പവർ ഹോൾഡർ എന്ന് പറയാം. സോ ഹീ ഈസ് ഹാവിങ് സം ക്യാരക്ടറിസ്റ്റിക് ലൈക്ക് കരിസ്മാറ്റിക് ബിഹേവിയർ സോ ദാറ്റ് ഇറ്റ് അട്രാക്ട്സ് ദ അതർ പീപ്പിൾ ടു ഹിം. അതുകൊണ്ട് അയാൾ പറയുന്നതെല്ലാം കേൾക്കാം. സച്ച് ടൈപ്പ് ഓഫ് പവർ ഇസ് കോൾഡ് റെഫറൻറ്റ് പവർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് എക്സ്പേർട്ട് പവർ. This exists when the agent has information or knowledge that the target needs. That is, based on the power, knowledge is power. Two conditions are to be fulfilled. That is, the target must stress that the information given by the target agent is correct and accurate. The information should be relevant and useful to the target. Expert power എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചില ആൾക്കാരുണ്ടാവും, അവർക്ക് നല്ല നോളജ് ഉണ്ട്. സോ ദേ നോ ബെറ്റർ അബൌട്ട് എനിത്തിങ്. അതുകൊണ്ട് അയാൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു വക്കീലന്മാർ അല്ലെങ്കിൽ ജഡ്ജ് ഓർ അഡ്വക്കേറ്റ്സ്, അവർക്കൊക്കെ കുറേ നോളജ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീൽഡിലുള്ള എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സ് വരുമ്പോൾ വി ഡിപ്പെൻഡ് ഓൺ ദെം. ഗിവൻ ദ മാനേജർ വിൽ ഡിപ്പെൻഡ് ഓൺ ദ അഡ്വൈസറി ഗൈഡ്. അപ്പോൾ അവർക്കുള്ള ഒരു പവർ എന്ന് പറയുന്നത് എക്സ്പേർട്ട് പവറാണ്, ബിക്കോസ് ദേ ഹാവിങ് നോളജ്. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ ടൈപ്സ് ഓഫ് പവർ ദാറ്റ് വൺ ഹോൾഡ് in an organization. That is, reward power, coercive power, legitimate power, referent power, and expert power. The next question is, what is the difference between economic power and political power? രണ്ട് ടൈപ്പ് പവർ ഉണ്ട്, എക്കണോമിക് അതുപോലെ പൊളിറ്റിക്കൽ. അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിനൊക്കെ ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ദിസ്. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഹാസ് അപ്പിയർഡ് ട്വൈസ് ഇൻ ദ പ്രീവിയസ് എക്സാമിനേഷൻ. ദാറ്റ്സ് വൈ ഐ എം ഇൻക്ലൂഡഡ് ഹിയർ. എക്കണോമിക് പവർ ഇസ് എ പവർ ഓഫ് പെർസ്വേഷൻ. നമുക്കൊരാളെ പെർസ്വേഡ് ചെയ്യാനുള്ള പവർ ഉണ്ടെങ്കിൽ അതിന് എക്കണോമിക് പവർ എന്ന് പറയാം. That is, the power to appeal to one's mind with economic values. Such powers comes from creating values such as when Bill Gates and the Microsoft Corporation creates better products at lowest price, or Steve Jobs and the Apple Corporation introduces a smartphone to the world. The businessman tool is the mind and the material values it is created. So economic power is a power to create and trade values. Political power is a power to expropriate and destroy them.
എക്കണോമിക് പവർ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവറാണെന്ന് പറയുകയാണെങ്കിൽ ദ പൊളിറ്റിക്കൽ പവർ ഇസ് ടു ഡിസ്ട്രോയ് ദം. That is, political power is the power of a bureaucrat or a status society which is a power of fear. ഒരു പേടി കാരണം ഉണ്ടാകുന്ന ഒരു പവർ ഉണ്ടാവും, അതിനെയാണ് പൊളിറ്റിക്കൽ പവർ എന്ന് പറയുക. അത് പേഴ്സീഡ് ചെയ്യാവുന്ന പവറിനെയാണ് നമ്മൾ എക്കണോമിക് പവർ എന്ന് പറയുക. So the power to initiate a force, he can force you to do his bidding or legally threatening one's life or freedom. അങ്ങനെയൊക്കെയാണ് കൂടുതലും പൊളിറ്റിക്കൽ പവർ വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ വാല്യൂസ് ത്രെട്ടൺ ചെയ്തിട്ടും അതെല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ടും ആയിരിക്കും പൊളിറ്റിക്കൽ പവറിന് ഇമ്പോർട്ടൻസ് കൂടി വരിക. സോ ദ പൊളിറ്റിക്കൽ പവർ ഇസ് എ പവർ ടു ലീഗലി യൂസ് ദ ഫോഴ്സ്. ദാറ്റ് ഇസ് എ പവർ പോലീസ് പവർ ടു കിൽ. പോലീസിന് കൊല്ലാനുള്ള അധികാരമുണ്ട് ഇൻ സം സിറ്റുവേഷൻ, നോട്ട് ഓൾവേസ്. അപ്പോൾ അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പവർ എന്ന കൺസെപ്റ്റിൽ പറയാം. കൂടുതലും ഒരു ഡിസ്ട്രോയ് അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നതിനെയാണ് പൊളിറ്റിക്കൽ പവർ എന്ന് പറയുക. ബട്ട് ദ വൺ ടു പെർസ്വേഡ് ഇസ് എക്കണോമിക് പവർ. സോ ദിസ് ഇസ് ദ ഡിഫറൻസ്. നെക്സ്റ്റ് ഇസ് ഡിസ്കസ് ദ നേച്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ചോദിക്കാം. സോ ദിസ് ഇസ് അപ്പാർട്ട് എ ക്വസ്റ്റ്യൻ. സോ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗനൈസേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക, ആ ഒരു പ്രോസസ്സ്, ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ്. സോ ദ ഹാരോഡ് കുനറ്റ്സ് has defined organization development or OD as a systematic, integrated and planned approach to prove enterprise effectiveness. It is designed to solve problems that decreases operating efficiency at all levels. Such problems may include the lack of cooperation, excessive decentralization and poor communication. ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓർഗനൈസേഷൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല പല ഹേർഡിൽസ് ഫേസ് ചെയ്യുമ്പോൾ അതെല്ലാം സോൾവ് ചെയ്ത് ഒരു ബെറ്റർ കണ്ടീഷനിലേക്ക് നമ്മുടെ ഓർഗനൈസേഷനെ എത്തിക്കുന്നു. ഓക്കെ, ദാറ്റ് പ്രോസസ് ദാറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് പ്രോസസ്സ്. ഒരു പ്ലാൻഡ് ആയിട്ടുള്ള, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടുക, അവിടെ എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക അറ്റ് ഓൾ ലെവൽസ്. ചെറിയ ലെവൽ തൊട്ട് ഹയർ ലെവൽ വരെയുള്ള എല്ലാ ലെവൽസിലും പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കോർഡിനേഷൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു ഡീസെൻട്രലൈസേഷൻ കൂടുതലുണ്ടായിരിക്കാം. ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ചാൽ ആ ഒറ്റ മെയിൻ കൺട്രോൾ ഇല്ലാതെ എല്ലാം ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നു, അങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല. ആ സിറ്റുവേഷൻസിനെല്ലാം നമ്മൾ മനസ്സിലാക്കിയ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് ഒരു നല്ല ഒരു എൻവയോൺമെൻറ്റ് the people within the ഓർഗനൈസേഷനെ പ്രൊവൈഡ് ചെയ്ത് ഒരു പ്ലാൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതൊരു പ്ലാൻഡ് പ്രോസസ്സാണ്. അതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ഇറ്റ്സ് എ പ്ലാൻഡ് പ്രോസസ്സ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്യണം. എല്ലാ ഓർഗനൈസേഷൻസിനും പല പല ഡെവലപ്മെൻ്റ് ആയിരിക്കും വേണ്ടത്. എന്താണോ അവർക്ക് ലാക്ക് ചെയ്യുന്നത് അത് മാത്രമേ അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുള്ളൂ. സെക്കൻഡ് വേർഡ് ഇസ് ഇറ്റ് എൻകംപോസസ് ദ ഹോൾ ഓർഗനൈസേഷൻ. എല്ലാ ലെവൽസിലും ഈ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഒറ്റൊരു ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവൽ വർക്കർ ലെവലിൽ മാത്രമല്ല. ഇറ്റ് വിൽ ബി ഇൻ ദ വർക്കർ ലെവൽ, ടോപ്പ് ക്ലാസ് ലെവൽ, മിഡിൽ ക്ലാസ് ലെവൽ, എവറിവെയർ. Okay, so it is encompasses the whole organization, or it is seen in all levels of organization. Long range change. ഇത് പെട്ടെന്നായിരിക്കില്ല നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നത്. പതുക്കെ മാറ്റങ്ങൾ വരുള്ളൂ. ഇറ്റ് മേ ടേക്ക് മന്ത്സ് ഓർ ഈവൻ ഇയേഴ്സ്. സോ ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. It is intended for a stop-gap arrangement or a measure. It is never intended for a small ഒരു ചെറിയൊരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനോ അതൊന്നും അല്ല. ഇതൊരു ലോങ് ടേം ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. Then it's system orientation. That is, it is concerned with the various groups in the organization and their interaction with each other. ഇതിനകത്ത് പല പല ഗ്രൂപ്പ്സുകളുണ്ടാവും. ഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ടാവാം ഒരു ഓർഗനൈസേഷനിൽ. ഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ഉണ്ട്, സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനുള്ളിൽ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും, റിലേഷൻഷിപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം ഫുൾ ഓറിയൻറ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക എന്നതാണ് ODയുടെ ഉദ്ദേശം. ആൻഡ് ഇറ്റ് ഈസ് എ ചേഞ്ച് ഏജൻറ്റ്. OD ഒരു ലോങ് ടേം ചേഞ്ച് കൊണ്ടുവരുന്നതാണ് അല്ലേ. അപ്പോൾ ഇതൊരു ചേഞ്ച് ഏജൻ്റ് ആയിരിക്കും. നമ്മൾ ആ പ്രോഗ്രാം കൊണ്ടുവരുമ്പോൾ ആ ഓർഗനൈസേഷനെ മൊത്തത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഓരോ ആൾക്കാരെ അത് എഫക്റ്റ് ചെയ്യും. ദേ വിൽ ബി ചേഞ്ച്. എവറി പേഴ്സൺ, എവറി പ്രോസസ് ഇൻ ദ ഓർഗനൈസേഷൻ has change. So it acts as a changing agent. So these are the major characteristics or the nature or the features of OD. അപ്പോൾ OD എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യുക. ആൻഡ് വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ പ്ലാൻ ചേഞ്ച്. ഇറ്റ് ഈസ് ഇൻ ഓൾ സ്റ്റേജസ്. ദാറ്റ് ഇസ് ഇറ്റ് കമ്പോസസ് ദ ഹോൾ ഓർഗനൈസേഷൻ. ലോങ് റേഞ്ച് ചേഞ്ച് ഇസ് there. Then it is a changing agent and also system orientation is there.
Okay, so these are the features of ORI. Next, what is an organization culture? അടുത്തൊരു മെയിൻ ക്വസ്റ്റ്യൻ ഈ പാർട്ടിൽ വന്നിരുന്നത് ഓർഗാനിക് കൾച്ചർ എന്താ? Organic culture എന്താ? So organic culture is defined as a sense of social values in an organization. Organization culture എന്ന് ചോദിച്ചാലും organic culture തന്നെയാണ്. This is what are the social values that occurs in an organization. ഒരു ഓർഗനൈസേഷനും പല ടൈപ്പ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. അത് സോഷ്യലി കമ്മിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ടാവും. These exist a high degree of sociability with a very few formal rules and regulations in a company. It has a systematic hierarchy of authority that leads towards a free flow of information. ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷന് വേണ്ടി എന്തെല്ലാം അവിടെ ഉണ്ട്, എന്തൊക്കെ വാല്യൂസ് ആണോ ഉള്ളത്, എന്തൊക്കെ സോഷ്യൽ വാല്യൂസ് ആണോ ഉള്ളത്, ദാറ്റ് ഇസ് കോൾഡ് ദ ഓർഗാനിക് കൾച്ചർ. ഓക്കെ, നമ്മളിനി കൾച്ചർ ആൻഡ് ക്ലൈമറ്റ്, ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് ക്ലൈമറ്റിൻ്റെ ഒരു ഡിഫറൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതിപ്പോൾ ഞാനൊരു ഡെഫിനിഷൻ എന്ന രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ജെൻഡർ ഡൈവേഴ്സിറ്റി? ജെൻഡർ ഡൈവേഴ്സിറ്റി നമുക്കറിയാം. ജെൻഡർ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വെരി ഇന്നവിറ്റബിൾ തിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. So it is equitable or fair representation of people of different genders. ഇപ്പോൾ നമ്മൾ ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. എവറിബഡി ഈസ് ഗിവൺ ഈക്വൽ ചാൻസസ് ഓഫ് ബീയിങ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അവർക്ക് ഒരു ജോലിക്ക് വേണ്ടി തടസ്സങ്ങളില്ല. ഇക്വിറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ കൺസെപ്റ്റാണിത് ജെൻഡർ ഇക്വിറ്റി ഓർ ജെൻഡർ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ജെൻഡർ ഡിഫേഴ്സ് ഉണ്ട്, ബട്ട് വിതിൻ എ കേസിൽ ദർ ഇസ് ഡിഫറെൻറ്റ് ജെൻഡേഴ്സ് ഉള്ള ആൾക്കാർ. അവർക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രീറ്റ്മെൻറ്റാണ്. Okay, it most commonly refers to the equitable ratio of the men and women, but may also influence people of non-binary genders, that is transgenders. അപ്പം ജെൻഡർ വെളിപ്പെടുത്താത്ത ആൾക്കാരാണെങ്കിലും അതുപോലെ മെയിൽ, ഫീമെയിലിനൊക്കെ ഒരേപോലെയുള്ള ഒരു ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. സോ ഇറ്റ് വിൽ ഇൻക്രീസ് മെനി തിങ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ്, ജെൻഡർ ഡൈവേഴ്സിറ്റിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവർ ഓർഗനൈസേഷൻ വിൽ ഗ്രോ. പല പല ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ലൈക്ക് ഫിനാൻഷ്യൽ പെർഫോമൻസ് വിൽ ഇംപ്രൂവ്. നമുക്ക് പല ടൈപ്പ് ഓഫ് ആൾക്കാരായതുകൊണ്ട് ദേ വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്, ദേ വിൽ ബി ആക്ടിങ് ഇൻ ഡിഫറെൻറ്റ് വേസ്. സംടൈംസ് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ റെപ്യൂട്ടേഷൻ കൂട്ടാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ എപ്പോഴും നല്ലൊരു പേരായിരിക്കും. സോ റെപ്യൂട്ടേഷൻ വി ക്യാൻ ഇൻക്രീസ്. ദെൻ ദ കസ്റ്റമർ ബേസ് വിൽ ബി ഇൻക്രീസ് ബിക്കോസ് ചില പ്രൊഡക്റ്റുകൾക്ക് ഏതെങ്കിലും കസ്റ്റമേഴ്സിന് ഹാപ്പി നോട്ട് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ സംടൈംസ് ജെൻഡർ ഇക്വിറ്റി വിൽ ഓൾസോ പ്ലേ എ റോൾ. ഓക്കെ, ഇപ്പം കസ്റ്റമർ സർവീസ് ഏജൻസ് ആയിട്ട് വരുന്നത്, ഇഫ് ഓൺലി വൺ ജെൻഡർ ഇസ് ദെയർ, സംടൈംസ് ദ കസ്റ്റമർ വിൽ നോട്ട് ബി അട്രാക്റ്റഡ് ഓർ ദേ വിൽ നോട്ട് ബി പ്ലീസ്ഡ് വിത്ത് ദ ട്രീറ്റ്മെൻറ്റ്സ്. അപ്പം ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരും വരുമ്പോൾ, ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് കമ്പനിയാണ് അല്ലെങ്കിൽ എയ്റോപ്ലെയിൻസ്, സ്പൈസ് ജെറ്റ് പോലൊരു കമ്പനിയാണെങ്കിൽ അതിനകത്ത് ക്രൂ മെമ്പേഴ്സ് വരുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ട്. സോ ദ കസ്റ്റമേഴ്സ് വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ബോത്ത് the person, അല്ലേ, മെയിൽ ഫീമെയിൽ ഉള്ളതുകൊണ്ട് they will be satisfied. That is another thing. Customer base can be improved. Then decision making process. ഇവർക്ക് പല ഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് ജെൻഡർ ഡൈവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ പലവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കും. ഡൈവേഴ്സ് ഒപ്പീനിയൻസും ഉണ്ടാവും. ആ ഡൈവേഴ്സ് ഒപ്പീനിയൻസ് അവർക്കൊരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ വെച്ചാൽ നമുക്ക് ആസ് എ മാനേജർ വി വിൽ ഗെറ്റ്. ഓക്കെ, സോ അത് നമ്മുടെ ഡിസിഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫീമെയിൽ സൈഡിൻ്റെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എങ്ങനെയാണെന്നൊരു ഫീമെയിൽ എംപ്ലോയിക്കായിരിക്കും പറഞ്ഞു തരാൻ പറ്റുന്നത്. ഒരു മെയിൽ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ പറഞ്ഞു തരാൻ പറ്റുന്നൊരു മെയിൽ സ്റ്റാഫിനായിരിക്കും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ഇൻ അവർ ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് ഇസ് അനദർ ബെനിഫിറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഡൈവേഴ്സിറ്റി ഓഫ് മാനേജ്മെൻറ്റ് സ്കിൽ. അതേപോലെ മാനേജ്മെൻറ്റ് സ്കിൽസും വ്യത്യാസമായിരിക്കും. ഒരു ലേഡി മാനേജ് ചെയ്യുന്ന പോലെ അല്ല ഒരു മെൻ മാനേജ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ആ നോൺ ജെൻഡർ ബേസിസ് ഓൾസോ. അപ്പം പലവർക്കും പല മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് ആയതുകൊണ്ടും അതും ബെനിഫിഷ്യൽ ആവും വിത്തിൻ ദ ഓർഗനൈസേഷൻ. സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ടു ഹാവ് എ ജെൻഡർ ഡൈവേഴ്സിറ്റി ഇൻ ആൻ ഓർഗനൈസേഷൻ. ആൻഡ് വി ഷുഡ് ഹാവ് ഓൾവേസ് എ ജെൻഡർ ഡൈവേഴ്സിറ്റി. ദാറ്റ് ഇസ് ഓൾ ടൈപ്പ് ഓഫ് പീപ്പിൾ ഷുഡ് ബി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒറ്റൊരു കാറ്റഗറിയെ മാത്രം നമ്മൾ ഓർഗനൈസേഷനിൽ റിക്രൂട്ട് ചെയ്യാൻ പാടില്ല. എവറിബഡി ഈസ് ദെയർ ഫോർ സം ഓഫ് ദ ബെനിഫിറ്റ്സ് ലൈക്ക് ഫിനാൻഷ്യൽ performance, reputation, customer base, then decision making process, and also diversity of the management skill. So this is about the last question that we are discussing in this video. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് മേജർ സെം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. what is TQM, what is power, then what is the difference between economic power and political power, then what is the nature of the organization development. അതിൽ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ആദ്യം പറയാം, എന്നിട്ട് അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ യു ക്യാൻ റൈറ്റ് ദീസ്.
then what is organic culture and what is gender diversity. Okay, so with this I'm ending this video. We will come with the next video which is related to the part B and C. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ആരെങ്കിലും വീഡിയോസ് കാണാത്തതുണ്ടെങ്കിൽ പ്രീവിയസ് വൺസ് പ്ലീസ് വാച്ച് ഇറ്റ്. It is very useful, I think, and there is a WhatsApp link also. You can go to that WhatsApp link so that you can get more clearance in the doubts. നിങ്ങളുടെ ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ you can share it. I can provide the notes there. Okay, and thank you for listening and have a nice day. Please subscribe to the channel to get the latest updates of the videos. Okay, so thank you, bye.